പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. നിത്യജീവന്റെ പാത. 11 മക്കൾക്ക് ജന്മം നൽകിയ ഒരമ്മ, 7 ആമക്കളും ഒരു പെൺകുട്ടിയും വളരെ അപൂർവമായ ഒരു രോഗത്താൽ മൃതിയടഞ്ഞു. എന്നിട്ടും 8ാമന് ജന്മം കൊടുത്ത അമ്മ ആ മകനെ താലോലിച്ചു വളർത്തി. അവനും അതേ രോഗത്തിന് അധീനനായി. വളരെ ചെറുപ്പകാലം മുതൽ വിശ്വാസം മാത്രം കൈമുതലായി കണ്ട ആ മകൻ അനേകർക്ക് വെളിച്ചമായി, അനേകർക്ക് പ്രത്യാശയായി, അനേകരുടെ മുമ്പിൽ ശാരീരികമായി ഏറെ ദൗർബല്യങ്ങളുള്ളവനെങ്കിലും ആത്മാവിൻ്റെ ശക്തിയാൽ മനസ്സ് ബലം പ്രാപിച്ചത് വഴി അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണുവാനും അദ്ദേഹത്തിലൂടെ നടന്നിട്ടുള്ള ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനും നമുക്ക് വാഴക്കുളത്തേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് ജോർജ് എന്നാണ്. മനുഷ്യദൃഷ്ടിയിൽ ഏറ്റവും ദുർബലമായൊരു ശരീരം ദൈവിക പദ്ധതികളുടെ ശക്തമായ ഉപകരണമാക്കി മാറ്റപ്പെട്ട അത്ഭുതകരമായ കഥയാണ് ഡോക്ടർ ജോസിൻ്റേത്. ഹീമോഫീലിയ എന്ന മാരകരോഗത്തിൻ്റെ പിടിയിൽ ജന്മനാൽ അകപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവസ്നേഹത്തിൻ്റെ അവർണ്ണനീയമായ വെളിപ്പെടുത്തലാണ്. അദ്ദേഹത്തിൻ്റെ 10 സഹോദരങ്ങളിൽ 8 പേരും ഇതേ രോഗത്താൽ മരണമടഞ്ഞപ്പോഴും ദൈവവിശ്വാസവും ആത്മവിശ്വാസവും കൊണ്ട് തൻ്റെ എല്ലാ ബലഹീനതകളെയും അതിജീവിക്കുവാൻ ഈ 55-ാം വയസ്സിലും അദ്ദേഹത്തിന് കഴിയുന്നു. ദൈവത്തിൻ്റെ അനന്തകാരുണ്യം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്ത അറിവുകൾ വിലപ്പെട്ട ഔഷധങ്ങളായി മാറിയപ്പോൾ അത് ഇന്ന് അനേകർക്ക് സൗഖ്യമായി മാറുന്നു. മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളത്ത് താമസിക്കുന്ന ഡോക്ടർ ജോസ് കൊറ്റാഞ്ചേരിൽ തൊഴിൽപരമായി ഹോമിയോ ഡോക്ടറാണെങ്കിലും ആയുർവേദം, വിഷവൈദ്യം തുടങ്ങിയവയിൽ ഏറെ ഗവേഷണങ്ങൾ നടത്തുന്നു. തൻ്റെ പ്രത്യേകമായ സേവനം തേടി വിവിധ ദേശങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് മുന്നിൽ ദിവ്യവൈദ്യനായ ക്രിസ്തുവിൻ്റെ പ്രഘോഷകനാണ് അദ്ദേഹം. തൻ്റെ വാക്കിലൂടെയും മരുന്നിലൂടെയും സൗഖ്യം നൽകുന്നത് അവിടുന്നാണെന്ന ആമുഖത്തോടെയാണ് ഓരോ രോഗിയെയും ഇദ്ദേഹം പരിശോധിക്കുക. തൽഫലമായി ഭൗതികമായ രോഗസൗഖ്യത്തിനു പുറമെ അമൂല്യമായ ആത്മീയ തിരിച്ചറിവിലേക്കും അവർ നയിക്കപ്പെടുന്നു. ഞാനൊരു ഹിമോഫീലിയ രോഗിയാണ്. ഹിമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തസ്രാവ രോഗമാണ്. 13 ഘടകങ്ങൾ ചേർന്നെങ്കിലേ രക്തം കട്ടിയാവുള്ളൂ. അതിൽ 8ാമത്തെ ഘടകമാണ് ആൻറ്റി ഹിമോഫിലിക് ഫാക്ടർ, 9ാമത്തെ ഘടകവും ആൻറ്റി ഹിമോഫിലിക് ഫാക്ടർ ബി, 11ാമത്തെ ഘടകം ആൻറ്റി ഹിമോഫിലിക് ഫാക്ടർ സി. എനിക്കില്ലാത്തത് 9ാമത്തെ ഘടകമാണ്. എൻ്റെ സഹോദരന്മാർക്കെല്ലാം 8ാമത്തെ ഘടകമായിരുന്നു ഇല്ലാതെ വന്നത്. എന്നാൽ ബുദ്ധിമുട്ടുകളിൽ ഇത് 3 ഘടകങ്ങളിൽ ഏതാണെങ്കിലും ബുദ്ധിമുട്ടുകളെല്ലാം ശരിയാണ്. അത് പുറമേക്കുള്ള രക്തസ്രാവം ആകാം, ഉള്ളിലേക്കുള്ള രക്തസ്രാവം ആകാം, ആന്തരിക ജോയിൻസിലേക്കുള്ള രക്തസ്രാവം ആകാം. പുറമേക്കുള്ള രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മെഡിസിനൊക്കെ ചെയ്ത് നിർത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആന്തരിക രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ വേറെ ബ്ലഡ് കയറ്റുക എന്ന് മാത്രമേ അതിന് പ്രതിവിധിയുള്ളൂ. ഈ അസുഖം വച്ച് നമ്മൾക്ക് സാധാരണ മനുഷ്യർക്ക് ഒരു പ്രവർത്തിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ വരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യമാണെന്നാണ് സയൻസിൻ്റെ നിഗമനം. എന്നാൽ കർത്താവിൻ്റെ കൃപ ഒരു വ്യക്തിയിലേക്ക് ഒഴുകിയാൽ അയാൾക്ക് ആരോഗ്യം വേണ്ട, സമ്പത്ത് വേണ്ട, സഹായിക്കാൻ ആളുകൾ വേണ്ട, ബുദ്ധി വേണ്ട, സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വേണമെന്നും നിർബന്ധമില്ല. പക്ഷേ അദ്ദേഹം ഈ സ്വയം തൻ്റെ പരിമിതി യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ യേശുക്രിസ്തു എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരുക്കി കൊടുക്കുമ്പോൾ എന്തെല്ലാം ആ വ്യക്തിക്ക് ആ വ്യക്തിയിലൂടെ നിർവഹിക്കാൻ പറ്റും എന്ന് ഒരു വ്യക്തിക്കും നേരത്തെ പറയാൻ സാധിക്കില്ല. അത് യേശുവിൻ്റെ മഹത്വം ലോകം അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, ദുർബലരിലൂടെയാണ് യേശു പലപ്പോഴും ശക്തിയും മഹത്വവും വെളിപ്പെടുത്തുന്നത്. രോഗി ഡോക്ടറായാൽ അത് സാധാരണക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ രോഗി ഡോക്ടറായിരിക്കുമ്പോൾ അതിന് വലിയ മെച്ചമുണ്ട്. കാരണം വേദന അനുഭവിക്കുന്നവനെ രോഗിയുടെ വേദനയുടെ തീവ്രത മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് രോഗിയെ തനതായ രൂപത്തിൽ മനസ്സിലാക്കാനും അതിന് എത്രയും സ്പീഡിൽ ആശ്വാസം കണ്ടെത്താനുമുള്ള ഒരു ദൈവകൃപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
എൻ്റെ എല്ലാ കഴിവുകളും സൗഖ്യദാതാവായ യേശുവിൻ്റെ സൗജന്യ ദാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക. 2 കൊരിന്തോസ് 11:30. സ്വന്തം ബലഹീനതകളുടെ പിന്നിലെ ദൈവിക പദ്ധതികളുടെ ആഴം ഗ്രഹിച്ച ഡോക്ടർ ജോസ് തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വിലപ്പെട്ട ഉപകരണമായി സ്വയം പ്രഖ്യാപിക്കുന്നു. പിൽക്കാലത്ത് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് പങ്കെടുക്കാനിടയായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി. അദ്ദേഹത്തെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്ന അലർജിയുടെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് സൗഖ്യപ്പെട്ടു. ഒപ്പം അമൂല്യമായ ജ്ഞാനത്തിൻ്റെ വാഗ്ദാനവും അദ്ദേഹത്തിന് ലഭിച്ചു. അതേ തുടർന്നാണ് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി മാറിയ നിരവധി ഔഷധങ്ങൾ അദ്ദേഹത്തിന് കണ്ടെത്താനായത്. മുരുങ്ങൂർ ചെന്ന് ആദ്യത്തെ വിശുദ്ധ കുർബാനയിൽ പനക്കിലച്ചൻ, ജോസ്, സണ്ണി ഇങ്ങനെ 2 പേരുടെ അലർജി കർത്താവ് മാറ്റുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറയുകയും ഒറ്റത്തുമ്മൽ, അതോടുകൂടി എൻ്റെ അലർജി മാറി. പിന്നെ 3-ാമത്തെ ദിവസം സൗഖ്യദായക ശുശ്രൂഷ നടക്കുന്ന ഒരു ഹാളുണ്ട്, അവിടെ പോയി ഞാൻ ആ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ രോഗശാന്തി നടക്കുന്നത് കൃത്രിമമാണോ അതെയോ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നതാണോ ദൈവിക പദ്ധതി അനുസരിച്ചാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 5-8 പേരെ കണ്ടുവച്ചു. ഇവർക്ക് ആർക്കെങ്കിലും രോഗശാന്തി ഉണ്ടായാൽ ഒറിജിനൽ രോഗശാന്തി, അല്ലെങ്കിൽ കാശ് കൊടുത്ത് പറയണം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ആരെയെല്ലാം കണ്ടുവച്ചോ അവർക്കെല്ലാം എൻ്റെ കൺമുമ്പിൽ കർത്താവ് സൗഖ്യം തന്നു. അത് നിലവിലുള്ള വൈദ്യശാസ്ത്ര പഠനത്തിന് മനസ്സിലാക്കാവുന്നതല്ല. ശാസ്ത്രത്തിൻ്റെ കണ്ണുകൊണ്ട് അതിന് യാതൊരു ഉത്തരവുമില്ല. അതിനുശേഷം എന്നെ വിളിച്ചു, എന്നോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു, മനസ്സിലാക്കി. കർത്താവ് എനിക്ക് മുട്ടുകൂച്ചാനുള്ള കൃപയും തന്നു. അതിനുശേഷം എനിക്കൊരു വിഷനിൽ കാണിച്ചു തന്നു, നിനക്ക് ജ്ഞാനം തരാൻ കാത്തിരിക്കുകയെന്ന്. അങ്ങനെ 5 വർഷം കാത്തിരുന്നതിന് ശേഷം ഡയാഫിറ്റ് എന്ന് പറഞ്ഞ മെഡിസിൻ കിട്ടി. അത് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ഒത്തിരി സിദ്ധ ഔഷധമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. പിന്നെ 2000 ആണ്ടിൽ പോയി വീണ്ടും ഒരു ധ്യാനം കൂടി. അപ്പോൾ അന്നേരം മെമറോട്ടോണ്, ഒബേഫിറ്റ്, ബ്രോങ്കോഫിറ്റ്, ഡെർമോഫിറ്റ് അങ്ങനെയുള്ള ഒത്തിരി മരുന്നുകൾ കണ്ടെത്തി. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. മത്തായി 25:29. നാം ഓരോരുത്തർക്കും ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും വരദാനങ്ങളും അനവധിയാണ്. ദൈവനാമത്തെ പ്രകീർത്തിക്കുന്നതിനും സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുന്നതിനും ഒട്ടേറെ അവസരങ്ങളും നമുക്ക് മുന്നിലുണ്ട്. താലന്തുകളുടെ ഉപമയിൽ യജമാനൻ ഭൃത്യന്മാർക്ക് വീതിച്ചു നൽകുന്ന ധനത്തിന് സമാനമായി നമുക്ക് നൽകപ്പെടുന്ന ഇത്തരം വിവിധങ്ങളായ കഴിവുകളെ നാം യഥാവിധം ഉപയോഗിക്കേണ്ടതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഇദ്ദേഹം വാചാലനാകുന്നു. ഈ തികഞ്ഞ അനാരോഗ്യത്തിൻ്റെ അവസ്ഥയിൽ പോലും ശക്തമായ ബോധ്യത്തിൻ്റെ പിൻബലത്തിൽ വേദനകളെയും വിഷമതകളെയും തൃണവൽഗണിച്ചുകൊണ്ട് മുന്നേറുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുമുണ്ട്. ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായാണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അത് നമുക്കറിയാം. പക്ഷേ എനിക്ക് കുറച്ച് സമയമേ ഇനി ഭൂമിയിൽ അവശേഷിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ വളരെ അലേർട്ടാണ്. എനിക്ക് തന്നിരിക്കുന്നതായ താലന്ത് ഉപയോഗിച്ച് തീർത്തില്ല എങ്കിൽ അതിന് ഞാൻ കർത്താവിന് മുമ്പിൽ മറുപടി കൊടുക്കേണ്ടി വരും. കൃത്യമായിട്ട് കൂടുതൽ നൽകപ്പെട്ടവനിൽ നിന്ന് കൂടുതൽ തമ്പുരാൻ കണക്കി ചോദിക്കും. അപ്പോൾ എത്ര പേരെ ഈ തന്നിരിക്കുന്ന താലന്ത് ഉപയോഗിച്ച് എത്ര പേരെ നീ യേശുവിലേക്ക് നയിച്ചു, വെളിച്ചത്തിലേക്ക് നയിച്ചു, നിത്യജീവനിലേക്ക് നയിച്ചു, നന്മയിലേക്ക് നയിച്ചു. പിന്നെ എത്ര പേരെ ഈ കഴിവ് ഉപയോഗിച്ച് തിന്മയിലേക്ക് ചാടിച്ചു, അബദ്ധത്തിൽ വഴിതെറ്റി കുഴിയിൽ വീണ് കിടക്കുന്ന എത്ര പേരെ ഈ താലന്ത് ഉപയോഗിച്ച് നീ യേശുവിലേക്ക് കൈപിടിച്ച് നടത്തി എന്നെല്ലാം ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ടാണ്. നാട്ടുകാരെ എനിക്ക് പേടിയില്ല, തമ്പുരാനെ എനിക്ക് പേടിയുണ്ട്. കാരണം നാട്ടുകാരെ ഒന്നും കണക്കി ചോദിക്കില്ല, തമ്പുരാനെ കണക്കി ചോദിക്കുള്ളൂ. ഡോക്ടർമാരെന്നെ ഉപദേശിക്കാറുണ്ട്, ഈ അസുഖമൊന്നും വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട, ഹോമിയോപ്പതിയും കൊടുക്കേണ്ട, റിസർച്ചും വേണ്ട, വിഷചികിത്സയും വേണ്ട, ഒന്നും വേണ്ട, നീണ്ടു തുറന്ന് കിടക്ക്, അതാണ് ഈ കുറച്ച് ബ്ലഡ് കയറ്റിയാൽ മതി, കുറച്ച് ഓപ്പറേഷൻ എടുത്താൽ മതി എന്നൊക്കെ. നിലവിൽ എനിക്ക് 4 ഓപ്പറേഷൻ കിട്ടിയിട്ടുണ്ട്. 10,000 ഇഞ്ചക്ഷനുകൾ വേദന അറിയാതിരിക്കാൻ തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ താലന്ത് ഉപയോഗിക്കാതിരുന്നാൽ ഞാൻ പത്രോസിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഈ ഡോക്ടർമാരൊന്നും റെക്കമെൻഡ് ചെയ്ത് എന്നെ അങ്ങ് കയറ്റി വിട്ടേരെന്ന് പറയാൻ പാടില്ല. അപ്പോൾ അതറിയാവുന്നത് കൊണ്ടാണ്, വേദന തിന്നുകൊണ്ടാണെങ്കിൽ പോലും
ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ കൈ ഇത്രയും വരുള്ളൂ, ഇത്രേ കുയ്യുള്ളൂ. ഇത് 12 വർഷമായി ജാമായി പോയി. പിതാവിനും വെച്ചാൽ ഇവിടം വരെ വരുള്ളൂ, ഓരത്തേലേക്ക് എത്തില്ല. അപ്പോൾ ഈ 3 വിരലേക്കടെ എപ്പോഴും കറണ്ട് കയറണ പോലെയാണ്. കാരണം ഇവിടെ അൾനാറിനോട് കംപ്രസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ കൈ ഇത്രയും വരുള്ളൂ, ഇത് ഇത്രേ കുയ്യുള്ളൂ. ഇത് 8 വർഷമായി. ഇപ്പോൾ ഈ 2 വിരലേക്കടെ റേഡിയേറ്റിംഗ് പെയിനുണ്ട്. ഇതിപ്പോൾ കാലിന് നീളം കുറഞ്ഞു പോയി. ഇത് കണ്ട കട്ടിയുള്ള ചെരുപ്പാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ഇത്രയും കൂടെ നീളം ഉണ്ടെങ്കിൽ ഈ ഒപ്പത്തിനാവുള്ളൂ. അത് 11 വർഷമായി. പിന്നെ വയറിൻ്റെ ഭിത്തിക്കുള്ളിൽ ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. അത് 3 ലിറ്ററേ ഉള്ളൂ. അത് ഈ നേരേക്ക് ലെഫ്റ്റ് സൈഡിൽ ഷിമ്മിക്കൂടിൻ്റെ അത് തൂങ്ങി കിടക്കണ പോലെ വയറിൻ്റെ ഭിത്തിക്കുള്ളിൽ ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. ഉടനെ ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആസ്പിറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അടിച്ച് മരിച്ചു പോകും എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇൻഫെക്ഷൻ അടിച്ച് മരിക്കണ വരെ ചുമ്മാ കൂളായിട്ടൊന്നും ജീവിച്ചിരിക്കും, നിങ്ങൾക്ക് മാനസിക വിഷമം പോലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തികൾക്ക് എത്ര സമയം ജീവിക്കണം എന്നുള്ളത് തമ്പുരാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. ആധുനിക വൈദ്യശാസ്ത്രം ഏറെ മുന്നേറി എന്ന് അവകാശപ്പെടുമ്പോഴും ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ അധികരിക്കുന്ന മാരക രോഗങ്ങളുടെയും പുതിയ രോഗങ്ങളുടെയും കണക്കുകൾ നമ്മെ ഭീതിപ്പെടുത്തും. മാറുന്ന ജീവിതശൈലികളും അനാരോഗ്യകരങ്ങളായ ശീലങ്ങളും ഇത്തരം രോഗങ്ങൾക്ക് പ്രധാന കാരണങ്ങളാകുന്നു. അതോടൊപ്പം അലോപ്പതി മരുന്നുകളുടെ വർദ്ധിക്കുന്ന ഉപയോഗങ്ങൾ തന്നെ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഡോക്ടർ ജോസ് കൂടുതലായി ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ആയുർവേദ, ഹോമിയോപ്പതി ചികിത്സാ രീതികളെക്കുറിച്ചാണ്. ഇദ്ദേഹം ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഡയാഫിറ്റ് എന്ന ആയുർവേദ ഔഷധം പ്രമേഹ രോഗത്തിനും രക്തശുദ്ധിക്കും ഏറെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനവധി മറ്റൗഷധങ്ങളും സർപ്പവിഷബാധ, പേവിഷബാധ തുടങ്ങിയവയ്ക്ക് ഫലപ്രദങ്ങളായ മരുന്നുകളും ഇദ്ദേഹം വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. തനിക്ക് കിട്ടിയ ചികിത്സാപരമായതും അല്ലാത്തതുമായ താലന്തുകളെ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ പരമാവധി ലോക നന്മയ്ക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഇദ്ദേഹം വ്യഗ്രതപ്പെടുന്നു. വിവിധ ചികിത്സകൾക്ക് പുറമെ മനോഹരങ്ങളായ നിരവധി ഗാനങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒപ്പം തൻ്റെ വ്യക്തവും വ്യത്യസ്തവുമായ ആത്മീയ ആശയങ്ങൾ ലേഖനങ്ങളായി അദ്ദേഹം എഴുതുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് കഴിയുന്നതിനേക്കാളേറെ ഇദ്ദേഹം തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. തൻ്റെ ബലഹീനതകളിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കരം കൂടെയുണ്ടെങ്കിൽ ഇനിയും ഏറെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. 2 കൊറിന്തോസ് 12:10. ഞാൻ 24 വർഷമായിട്ട് കട്ടിലയിൽ നിന്നാണ് പ്രാക്ടീസ് ചെയ്യണത്. പക്ഷേ കട്ടിലയിൽ ഇരുത്തുക എന്നുള്ളത് തമ്പുരാൻ്റെ വലിയൊരു പ്ലാനും പദ്ധതിയായിരുന്നു. കാരണം ഈ കട്ടിലയിൽ ഇരുന്ന് തുടങ്ങിയ പിന്നെയാണ് ജീവിതത്തിൽ രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇന്ന് അനേക നാടുകളിൽ നിന്ന് വിദേശത്തു നിന്ന് ഉൾപ്പെടെ ആളുകൾ എൻ്റെ മുറിയിൽ വരുന്നുണ്ട്. എനിക്കും രോഗികൾക്കും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ബെഡ്റൂമിലാണ് ഇരിക്കുന്നത്, എൻ്റെ സ്വന്തം ബെഡിലാണെങ്കിൽ അത് യാചകനും വരാം, ഇന്ത്യയുടെ പ്രസിഡൻറ്റും വരാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇപ്പോൾ തമ്പുരാൻ ഒത്തിരി കൃപകൾ എന്നെ കട്ടിലയിൽ ഇരുത്തിയ ശേഷം ഒഴുക്കുന്നു. അത് നിർമ്മല കോളേജിൽ കൺസൾട്ടൻസി, അവർ എനിക്ക് കൺസൾട്ടൻസി തരുന്നു, എനിക്ക് സ്റ്റുഡൻസിന് അങ്ങോട്ട് കൺസൾട്ടൻസി കൊടുക്കാൻ പറ്റുന്നു. പിന്നെ അവരുടെ സഹായത്തോടുകൂടി പുതിയ പുതിയ മരുന്നുകൾ, പ്രതിവിധി കണ്ടെത്താത്ത പല രോഗങ്ങൾക്കും വേണ്ടിയിട്ട് ഗവേഷണം നടത്താനുള്ള കൃപ വരുന്നു. പുതിയ പ്രോഡക്റ്റുകൾ വലുതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പല കോളേജുകളുമായിട്ട് ചേർന്ന് വേറെ റിസർച്ചുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് റിസർച്ചുണ്ട്. പിന്നെ അർജുന നാച്ചുറൽ എക്സ്ട്രാക്ട് ലിമിറ്റഡ് കമ്പനിയുടെ കൺസൾട്ടൻ്റായിട്ട് 97 മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ സംഘടനയുണ്ട്, IHK എന്ന് പറയും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പസ് കേരള. അതിൻ്റെ പ്രിൻസിപ്പൽ റിസർച്ച് ഓഫീസറായിട്ട് തമ്പുരാൻ്റെ എന്നെ ആണ് ഏർപ്പെടുത്തിയേക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ഒരു 15 സ്ഥലത്ത് നമ്മളിപ്പോൾ മരുന്ന് കൊടുക്കാൻ ഇടവരുന്നുണ്ട് വിഷത്തിനുള്ള ചികിത്സയ്ക്ക്. അപ്പോൾ അവർ വിദ്യാഭ്യാസം തീരെ കുറഞ്ഞ പാവപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർ അലോപ്പതി ഹോസ്പിറ്റലുകളിലും ഡിസ്പെൻസറികളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ നമ്മൾക്ക് പേ ചെയ്ത് മരുന്ന് കൊണ്ടുപോക്കളാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പൈസ എനിക്ക് വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന കൃപ യേശുവിനെ പ്രതി അത് ദൈവവചനത്തിൻ്റെ പ്രഘോഷണത്തിനായിട്ട് യേശുവിൻ്റെ സാക്ഷ്യത്തിന് പരമാവധി സ്ഥലത്ത് പ്രയോജനപ്രദമാക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ വടക്കേ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിൽ, അത് പിന്നെ സത്തനായിലെ കൂന്തെന്ന് പറഞ്ഞ സ്ഥലം മുതൽ നാഗാലാൻഡിൽ വരെ ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദ ഡോക്ടർമാർ, മറ്റ് സിസ്റ്റേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ നമ്മുടെ മരുന്നുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ മരുന്നുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ക്യാൻസർ വന്ന രോഗികൾ, വിഷം വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ട് വിഷം തീണ്ടി കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് വന്നവർ, മാനസികമായിട്ട് വിഷമിച്ചിട്ട് പിന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകൾ, മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ, ബിസിനസ്സിൽ പൊളിഞ്ഞ ആളുകൾ, പിന്നെ നിരാശാബോധം ബാധിച്ച ആളുകൾ, ലക്ഷ്യബോധം ഇല്ലാത്തവർ, പിന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അത് മലബാർ ഏരിയയിൽ നിന്ന് പോലും വരാറുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ വലം കൈയാണ് ഭാര്യ റോസമ്മ. 17 വർഷം മുമ്പ് ഡോക്ടർ ജോസിൻ്റെ 38-ാം വയസ്സിൽ ഇവരുടെ വിവാഹം നടക്കുമ്പോൾ അതിന് പല പ്രത്യേകതകളും ഉണ്ടായിരുന്നു. മാരക രോഗത്തിനടിമയും തീർത്തും ബലഹീനനുമായ ഡോക്ടറെ സഹായിക്കാൻ സന്മനസ്സോടെ റോസമ്മ മുന്നോട്ട് വന്നു. അവർ ഇരുവരും മുമ്പ് ഒരേ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അംഗങ്ങളായിരുന്നു. ഏറെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മുമ്പേ ഏർപ്പെട്ടിരുന്ന അവർ ദൈവികമായൊരു പ്രേരണയാലാണ് ഡോക്ടർ ജോസിൻ്റെ സഹധർമ്മിണിയായി രംഗപ്രവേശം ചെയ്യുന്നത്. മുമ്പ് തന്നെ ചില ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ റോസമ്മയും അഭിമുഖീകരിച്ചിരുന്നു. പക്ഷേ അന്നു മുതൽ ഇന്നോളം ആ ബലഹീനതയും മഹത്തായ സന്മനസ്സിൻ്റെ പിൻബലത്തിൽ ദൈവിക പദ്ധതിയുടെ ഭാഗമായി തുടരുന്നു. ഇന്ന് ഡോക്ടറുടെ വിവിധങ്ങളായ ഗവേഷണ ചികിത്സാ പ്രവർത്തനങ്ങളിലും ദൈനംദിന ജീവിതത്തിലും റോസമ്മയുടെ പങ്ക് നിസ്തുലമാണ്. എനിക്കിപ്പോൾ കട്ടിലിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ നമ്മൾ റിസർച്ചിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായ ഫോർമുലകൾ ഒരു തുണ്ടുകടലാസിലാക്കി ഭാര്യയുടെയിലേക്ക് കൊടുക്കും. ഭാര്യ അത് ഔഷധമാക്കി മാറ്റി അതിൻ്റെ വേണ്ടപ്പെട്ട രൂപത്തിലുള്ള പ്രോസസ്സിങ് എല്ലാം ചെയ്ത് ഔഷധമാക്കി പാക്കറ്റിലാക്കി നമ്മൾ കൊടുക്കും. നല്ല സഹകാരിയാണ്. നമ്മുടെ വലങ്കൈയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഭാര്യയ്ക്ക് നല്ല പ്രാർത്ഥനാ ചൈതന്യമുണ്ട്. വിദ്യാഭ്യാസം ഇന്ത്യൻ എംബസിയിൽ ഉദ്യോഗസ്ഥയായിരുന്നു ഫിൻലൻഡിൽ. 11 മാസം അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം -25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വന്നു കഴിഞ്ഞപ്പോൾ ഐസിനേക്കാൾ 28 ഡിഗ്രി താഴെ പോയി കഴിഞ്ഞപ്പോൾ നിൽക്കാൻ നിലനിൽപ്പില്ലാതെ വന്നു. അപ്പോൾ അത് അന്ന് പോരേണ്ട വന്നതുകൊണ്ട് ഇന്ന് എൻ്റെ ഭാര്യയായിട്ടിരിക്കണം. അപ്പോൾ അതും തമ്മിലാണ് ഒരു ക്രമീകരണം. തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സഭയോട് ചേർന്നുകൊണ്ടായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഡോക്ടർ ജോസ് തൻ്റെ ഭവനത്തോട് ചേർന്ന് ഒരു ചാപ്പലും ഒരുക്കിയിരിക്കുന്നു. മാസത്തിലൊരിക്കൽ ഇവിടെ ദിവ്യബലി അർപ്പിക്കപ്പെടാറുമുണ്ട്. പള്ളിയിൽ പോയി ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ കഴിയാത്ത ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്നു. ഏത് രോഗവും ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം മാനസികമായ വൈകല്യം അല്ലെങ്കിൽ ആ സാധാരണ സ്ട്രെയിറ്റ് വേ എന്നുള്ള ഡീവിയേഷൻ. ഈശ്വരൻ്റെ പാതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ മാനസികമായിട്ട് പെർഫെക്റ്റാണ്. ലൗകികരുടെ പാതയിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മെറ്റീരിയലിസം ഉണ്ടാവും. അപ്പോൾ അന്നേരം അതിൻ്റെ തുരുമ്പെടും. ഇരുമ്പ് പുറത്ത് പെരയ്ക്കകത്ത് വെച്ചേക്കണ ആയുധങ്ങൾക്ക് തുരുമ്പെടുക്കില്ല. കാറ്റടിച്ച് പുറത്തിട്ട് കഴിഞ്ഞാൽ തുരുമ്പെടുക്കും. അപ്പോൾ ഈശ്വരൻ്റെ വലയത്തിൽ നിൽക്കുകയാണെങ്കിൽ ഓക്കെ, എല്ലാ കാര്യങ്ങളും ഓക്കെ. അപ്പോൾ സോറ ഈസ് ദി റൂട്ട് കോസ് ഓഫ് ഓൾ ഡിസീസ് എന്നാണ് പറഞ്ഞത്. ഓൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറ എന്ന് പറഞ്ഞാൽ ഈവിൾ വില്ലിങ് ആൻഡ് തിങ്കിങ്. അപ്പം മനുഷ്യൻ എപ്പോൾ മോശമായിട്ട് ചിന്തിക്കാൻ തുടങ്ങണോ അപ്പോൾ അത് രോഗത്തിൻ്റെ ആരംഭമായി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ആത്മാവിലാണ് ഇത് രോഗം കയറണത്. ആത്മീയ രോഗം മാനസിക രോഗം ഇത് ശാരീരിക രോഗമായിട്ട് മാറും. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ഇങ്ങനെയൊക്കെ ആയിരിക്കണേ, പക്ഷേ ഇന്ന് വരെ ഞാനൊരു രോഗിയാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം എൻ്റെ മനസ്സിനെ അത് ബാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ടി വിയിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് രോഗിയാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷേ ഒരു രോഗിയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ലോകത്തിലുള്ള മറ്റു മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് മാനസിക ബലത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ ബലം വരുന്ന യേശുവിൽ നിന്നാണ്. മനുഷ്യൻ്റെ ബലഹീനതകളെ അതിലംഘിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ അവർണ്ണനീയമായ പ്രഭാവമാണ് ഈ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നത്. ഭൗതികമായി എത്രത്തോളം ബലഹീനനാണോ അത്ര തന്നെ ആത്മീയമായി ശക്തി ധരിക്കുവാൻ ദൈവാത്മാവ് ഡോക്ടർ ജോസിനെ സജ്ജനാക്കിയിരിക്കുന്നു. കിട്ടിയ താലന്തുകളെ കുഴിച്ചു മൂടുന്ന നമുക്കോരോരുത്തർക്ക് മുന്നിൽ വചനത്തിന് ജീവിതത്തിലൂടെ സാക്ഷ്യം നൽകുന്ന ഉരുക്കു മനുഷ്യനാണ് ഇദ്ദേഹം. സ്വന്തം കാലുകൾ ഉപയോഗിച്ച് 10 അടി പോലും തികച്ച് നീങ്ങാനാകാത്ത
ഒരു ചെറിയ മുറിവിനെപ്പോലും പ്രതിരോധിക്കുവാൻ ശേഷിയില്ലാത്ത ദുർബല ശരീരവുമായി ജീവിക്കുന്ന ഈ മനുഷ്യൻ്റെ ബലഹീനതയ്ക്ക് മുന്നിൽ നമ്മുടെ ശാരീരിക ശേഷികൾ എത്രയോ നിസ്സാരം. ഡോക്ടർ ജോസിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയായിരുന്നു. ഈ രോഗാവസ്ഥയിലെ സ്വയം ഒന്ന് നടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലെ എത്രയോ രോഗികൾക്ക് അദ്ദേഹം തുണയായി തീർന്നിരിക്കുന്നു. എന്തുമാത്രം മെഡിസിൻ അദ്ദേഹം കണ്ടുപിടിച്ചു, ഇപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അനേക മനുഷ്യർക്ക് താങ്ങും തണലുമായി തീർന്ന ഈ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ. മറ്റൊരു വിഷയവുമായി നിത്യജീവൻ്റെ പാതയിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് കണ്ടുമുട്ടാം. നവീകരണത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, നിത്യജീവൻ്റെ പാത, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4688. ഇമെയിൽ info@shalomonline.net.